ഇങ്ങനൊരു പോമഗ്രാനൈറ്റ് ക്ലൗഡ് ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ വെൽക്കം ടു ഡേ 13 ഓഫ് അവർ 60 ഡേയ്സ് ചാലഞ്ച്. പോമഗ്രാനൈറ്റ് ഉണ്ട് ഇത്ര അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ മൊത്തത്തിലൊരു ക്രിസ്മസ് തീമായിരുന്നു നമ്മുടെ ഡ്രിങ്കിന്റെ ലുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു പോമഗ്രാനൈറ്റ് എടുക്കുക, അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ നല്ലൊരു ജ്യൂസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീം ആണ്. ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീം എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്സ് എല്ലാം സിമ്പിൾ ആണ്. ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് തണുപ്പ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പോമഗ്രാനൈറ്റ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡി. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് പോമഗ്രാനൈറ്റ്സ് അതിന്റെ ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത്. സോ ഇതാണ് നമ്മുടെ ഡ്രിങ്കിന്റെ ഫൈനൽ ലുക്ക് ആൻഡ് ഇറ്റ് ലുക്സ് സോ ഗുഡ്. ക്രിസ്മസ് പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ക്ലൗഡ് ഡ്രിങ്ക്, കാരണം അത്രയ്ക്ക് ക്രീമി ആയിരുന്നു. ഞാനിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ആയത് ഒരു ക്രീമി മിൽക്ക് ഷേക്ക് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ റെഗുലർലി കുടിക്കുന്ന മിൽക്ക് ഷേക്ക് പോലെ അല്ല, എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് എനിക്കിതിൽ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അമ്മയ്ക്കും കൂടെ ട്രൈ ചെയ്യാൻ കൊടുത്തു. അമ്മയ്ക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ഡ്രിങ്കിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല. എന്നാലും ഇനി പോമഗ്രാനൈറ്റ് കൈ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഈ ക്രിസ്മസിന് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.